11.3 question number 6. Describe how the two figures at the right are alike and how they are different. Which box has larger lateral surface area? രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിലിണ്ടറിക്കൽ ആണ് ആൻഡ് ദിസ് ഈസ് ക്യൂബ്. ഓക്കെ, ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ ഡിഫറൻസും അതിൻ്റെ സിമിലാരിറ്റീസും എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഏത് ഫിഗറിനാണ് ലാറ്ററൽ സർഫസ് ഏരിയ കൂടുതലായിട്ട് വരുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡിൽ വരുന്ന ഏരിയ. അതായത് ഇപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട്, ഈ കർവ്ഡ് സർഫസ് മാത്രമാണ്, ടോപ്പും ബോട്ടം ഉണ്ടാവില്ല. ക്യൂബിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതും സെയിം, ടോപ്പും ബോട്ടം അവോയ്ഡ് ചെയ്തിട്ട് ഈ സൈഡിൽ വരുന്ന ബാക്കിയുള്ളത് 1, 2 ബാക്കിലുണ്ടാവും, ഈ സൈഡിലുണ്ടാവും. അങ്ങനെ 4 വോൾ വരുന്നതാണ് അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടം ഒഴിവാക്കിയിട്ടുള്ള ഏരിയ. സോ ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഫിഗറും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സിമിലാരിറ്റീസ് എന്താണെന്ന് നോക്കൂ. ഹിയർ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ഈസ് 7, ദ ഹൈറ്റ് ഈസ് 7. ഈ ക്യൂബിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം 7 ആണ്. അതായത് ഏതൊക്കെ മെഷർമെൻ്റ് ആണ് സെയിം ആയിട്ട് വരുന്നത്? ഹൈറ്റ്, രണ്ട് ഫിഗറിൻ്റെയും ഹൈറ്റ് സെയിം ആണ്. അതാണ് അതിൻ്റെ സിമിലാരിറ്റി. ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? രണ്ടും രണ്ട് ഷേപ്പാണ്, രണ്ട് സോളിഡ് ഷേപ്പാണ്. ദിസ് ഈസ് സിലിണ്ടർ ആൻഡ് ദിസ് ഈസ് ക്യൂബ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. സോ വി ക്യാൻ റൈറ്റ് both figures have same height, but one is cylinder and the other is cube. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ലാറ്ററൽ സർഫസ് ഏരിയ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലാറ്ററൽ surface area of cylinder. സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള കർവ്ഡ് സർഫസ് ആണ്. അത് നിവർത്തി വയ്ക്കുകയാണെങ്കിൽ, ഒരു സിലിണ്ടർ കട്ട് ചെയ്തിട്ട് നിവർത്തി വയ്ക്കുകയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരിക, അല്ലേ? അതായത് ഇതിൻ്റെ റേഡിയസ് ആകുമ്പോൾ ഇവിടെ എന്തായി? ഇതാ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ് ആൻഡ് ഹൈറ്റ് h. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πr(h) ആണ്. അതാണ് ഈ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, സോ 2πr(h). ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ഈസ് 2πr(h). സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല ഡിഫറെൻ്റ് ആണ്. അത് ടോപ്പും ബോട്ടവും കൂടിയിട്ടുള്ളതാണ്. ഇത് ലാറ്ററൽ സർഫസ് ഏരിയ, ഇറ്റ് ഈസ് 2πr(h) വിച്ച് ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഹിയർ ഇറ്റ് ഈസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 7 ആണ് ആൻഡ് ഹൈറ്റ് ഈസ് 7. സോ വി ക്യാൻ റൈറ്റ് 2 ഇൻറ്റു പൈ ഈസ് 22/7 ഇൻറ്റു r. ഇവിടെ എന്താണ്? d ഈസ് 7, r എന്ന് പറയുന്നത് 7/2 ഇൻറ്റു h is 7, which is equal to, here 2 cancelled ആയി and 7 cancelled ആയി. So 22 into 7 and it is 154 centimeter square. ഇതാണ് സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് ഭാഗം അതേപോലെ ബോട്ടം ഒഴിവാക്കിയിട്ടുള്ള ഏരിയ. അപ്പോൾ എത്ര വോൾ ഉണ്ടാവും? ഇവിടെ ഫ്രണ്ടിൽ ബാക്കിൽ 2 വോള്, പിന്നെ ഈ 2 സൈഡിലും, അപ്പോൾ 4 വോൾസ് വരും, അല്ലേ? അപ്പോൾ 4ഉം ഈക്വൽ ആണ്, എല്ലാ മെഷർമെൻറ്റ് ഈക്വൽ ആണ്, കാരണം ക്യൂബാണ്. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇതിനെല്ലാത്തിൻ്റെയും സൈഡ് എല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ L², അല്ലെങ്കിൽ ലെങ്ത്ത് എല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ അത് L². ഓക്കെ, അതായത് ഈ ഒരു വാളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്, സൈഡ് ഇൻറ്റു സൈഡാണ്. അതേപോലെ ഇപ്പുറത്തെ ഒരു വാളുണ്ട്, അപ്പോൾ 2 × A².
ദെൻ ഇവിടെയും അപ്പോൾ 3 ഇൻറ്റു എ സ്ക്വയർ, ദെൻ ഈ സൈഡിലുള്ളത് 4 ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ എഴുതിക്കോളൂ. 4 ഇൻറ്റു എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 7 ആണ്. 7 ഇൻറ്റു 7 വിച്ച് ഈസ് 4 ഇൻറ്റു 7 ഈസ് 28 ഇൻറ്റു 7 ആൻഡ് ഇറ്റ് ഈസ് 196 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ 154 ആണ് കിട്ടിയത്. ക്യൂബിൻ്റെ 196 ആണ്. അപ്പോൾ ഏതിനാണ് ലാർജർ ഏരിയ വരുന്നത്? ക്യൂബിനാണ്. സോ cube has larger lateral surface area.